ആനന്ദത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട്. ചിലർക്കുണ്ടായി ജീവിതത്തിന്റെ ഒരു ആനന്ദമായി മാറുന്ന ചില സഹാബാക്കളിൽപ്പെട്ട ഒരു പദമുണ്ടായി. മൂപ്പരൊരു സ്ഥിരം കർഷകനാ. കൃഷി ചെയ്യാൻ ഞാൻ ഒരു സുഖം കിട്ടൂല. നമ്മുടെ നാട്ടിലുണ്ട് ഇനി പഴയ ആളുകളൊക്കെ ഏത് ബയ്യെങ്കിലും ഒരു കൈക്കോട്ടും ഒരു കത്തിയെടുത്ത് ഒരു രണ്ടാമുണ്ടൊക്കെ മാറ്റിയിട്ട് ഒന്ന് ഇറങ്ങി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒത്തി എന്ന ഒരു സുഖം കിട്ടൂല. അങ്ങനത്തെ ആളുകൾ, അങ്ങനത്തെ ഒരു സഹാബിന്റെ ഇനി സ്വർഗത്തിലുള്ള നിയമത്തുകളെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞ മൂപ്പർക്ക് ആകെ ഒരു ചെറിയൊരു വിഷമം പോലെ. ഇതൊക്കെ സുഖിച്ചിങ്ങനെ ഈ മുതലാളിമാരെ ആ ഒരു രസം കിട്ടൂലല്ലോ. അവിടെ കൃഷി അവനെ ഒപ്പുണ്ടോ ചോദിച്ചു. അതൊരു ആനന്ദമായി മാറിയിട്ടുണ്ട് അർത്ഥം. കൃഷി ചെയ്യാൻ വകുപ്പുണ്ടോ ചോദിച്ചു. സലവാസിനൊക്കെ തിരിഞ്ഞ് ചോദ്യത്തിന്റെ കള്ളി തിരിഞ്ഞ് ഉണ്ട് അങ്ങനെ ഉണ്ട് പറഞ്ഞു. കൃഷി ചെയ്യാൻ വകുപ്പുണ്ട്. പക്ഷെ ഇവിടുത്തെ കോലത്തിലല്ല. അവിടെ ചെല്ലുമ്പോ ഒരാൾ ചോദിക്കും, അല്ലാഹുവേ കൃഷി ചെയ്താൽ തരക്കേടില്ലാന്നുണ്ട് എന്ന് പറയും. അപ്പൊ അല്ലാഹു തആല ചോദിക്കും, എടോ എനിക്ക് ഇഷ്ടംപോലെ ജീവിക്കാനുള്ള ഇവിടെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോ അയാള് പറയും, അല്ല എനിക്ക് അങ്ങനെ താല്പര്യം ആശ തോന്നിയിട്ടാണ്. അന്നായിക്കോട്ടെ. അപ്പൊ അല്ലാഹു തആല ഒരു കന്നും അതിനുള്ള കരിനോകും ബുത്തും ബാൽമയും ഒക്കെ അവിടെ കൊടുക്കും. നോക്കിക്കൂടെ അറിയും. മൂപ്പര് കന്ന് വിട്ട് ഈ ഇറങ്ങി ഉഴുതു മറിച്ച് വിത്തിട്ടിട്ടേ ഉള്ളൂ. വിത്തിട്ട് കന്നിനെ കഴിച്ചിട്ട് നോക്കുമ്പോ ഇത് വലുതായി വന്ന് അപ്പോ കതിര് വന്ന് കതിര് പൊത്ത് മൂത്ത് കൊയ്യാനായി കൊയ്യേണ്ട ആവശ്യമില്ല. ഒക്കെ കൊയ്ത് കറ്റായി കളത്തിൽ വന്ന് വലിയ ഉഴുതുമലോളെ ധാന്യങ്ങൾ ഇങ്ങനെ കൂടി നിൽക്കും. അപ്പൊ അല്ലാഹു തആല പറയും, ഈ തന്ന ഒന്നും കിട്ടിയിട്ട് എനിക്ക് മതിയായില്ലല്ലോ, എനിക്ക് കൃഷി ചെയ്യേണ്ടി വന്നില്ലേ, ഇപ്പൊ എനിക്ക് വയറച്ചായില്ലേ എന്ന് അല്ലാഹു തആല പറയും. അത് മൂപ്പർക്ക് ഒരു കൊട്ടാണോന്ന് തോന്നിയേ ആർക്ക് ബന്ധുവാണെങ്കിൽ ബുദ്ധി ഉണ്ടാവും ചിലർക്ക്. മൂപ്പര് പറഞ്ഞ അന്നാൽ അത് അങ്ങനെ പറഞ്ഞാൽ ആണെങ്കിൽ അതുപോലെ ഈ ഖുറൈശു അൻസാരിയത്തേക്കാർ ഈ ആവശ്യപ്പെട്ടതിലേ ഇയാൾ തിരിച്ചപ്പ കുട്ടി. അപ്പൊ അങ്ങനെ ഒരാള് അങ്ങനെ അതീതരുണ്ട്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൊട്ടാണ് ഉണ്ടായത്. അപ്പൊ ചുരുക്കത്തിൽ അങ്ങനെ ഒരാൾ താല്പര്യപ്പെട്ടാൽ അല്ലാഹു തആല അതും അനുവദിച്ചു കൊടുക്കും. അല്ലെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തമാശ വെച്ച് പറയുകയാണെങ്കിൽ പോലും തങ്ങൾ തമാശ പറയാറുണ്ട്. ഹക്കേ തമാശ അറിയുള്ളൂ. തമാശ പറയുന്നത് ഹക്കേ. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന സത്യം ആണ് പറഞ്ഞ് തമാശയായിട്ട് തന്നെയാണ് പറഞ്ഞത്. ഹക്കല്ലാത്തത് ഒരിക്കൽ സഹാബികളിൽപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു നബിയെ തങ്ങൾ പറയുന്ന ചിലതൊക്കെ മറന്നു പോകുന്നൊരു ശല്യമുണ്ട്. അപ്പൊ ഞാൻ എഴുതിയ ചോട്ടെ വെച്ച് എഴുതിക്കോർന്നു എല്ലാം ഇതട്ടെ വെച്ച് എല്ലാം എഴുതിക്കോർന്നു. അപ്പൊ മൂപ്പർക്കൊരു സംശയം. അപ്പൊ ചിലപ്പോ ദേഷ്യം പിടിച്ചൊക്കെ എന്തെങ്കിലും പറയില്ലേ. അതുപോലെ തന്നെ ചിലപ്പോ തമാശക്ക് നേരം പോക്കിനൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ, അതൊക്കെ എഴുതാൻ പറ്റുമോ ചോദിച്ചു. ചോദ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ ഇതാ എന്നിട്ട് പറയാണ്, ദേഷ്യം പിടിച്ച സമയത്തും സന്തോഷത്തിന്റെ സമയത്തും കാര്യമായിട്ടും തമാശയായിട്ടും ഹക്കല്ലാതെ ഈ നാവിൽ നിന്നിട്ട് പുറത്തു വരുന്നതല്ല. ഇപ്പൊ തമാശ പറഞ്ഞാലും അത് ഹക്ക് ഉണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഹക്കാണ്. അപ്പൊ അങ്ങനെ ആഗ്രഹിക്കും. എന്നതുപോലെ നിസ്കാരം ഒരു ആനന്ദമായിട്ട് മാറിയ പല മഹാന്മാരുണ്ട്. നമ്മക്കതൊരു ഭാരായണെന്ന് പറഞ്ഞിട്ട് അറിയില്ല. അതൊരു ആനന്ദമാണ്. ജീവിതത്തിൽ മഹാന്മാരായ സൂഫി വര്യന്മാരിൽ പലരും ഉണ്ട്. രാത്രിയാകാന്ന് പറഞ്ഞാൽ എന്തോ ഒരു സന്തോഷാന്നറിയാം. രാത്രി ഇങ്ങോട്ട് ആയി കിട്ടിയല്ലോ എന്നുള്ള ആൾക്ക് മോന്തിയാണ് കാണുമ്പോ എന്തില്ലാത്തൊരു സന്തോഷം. എന്താ ഇശാ നിസ്കരിച്ചാൽ ആളുകളൊക്കെ കടന്നുറങ്ങും. എന്നിട്ട് ഇങ്ങോട്ട് സുബിയാവോളും റബ്ബുമായിട്ടുള്ള മുനാജാത്തിലാണ് നിസ്കാരത്തിൽ. സുബിയാകാനാവുമ്പോ ഫജ്റിന്റെ സമയം ഇങ്ങോട്ടാവുമ്പോ എന്തോ ഒരു കുട്ടി അടിച്ചേക്കുള്ളൊരു സങ്കട. ചോനെ നേരം വെളുത്തല്ല, ഇനിയിപ്പോ അത് ഇങ്ങനെ സാധിക്കൂലല്ലോ. അപ്പൊ എന്താന്ന് വെച്ചാൽ റബ്ബുമായിട്ടുള്ള മുനാജാത്തിന്റെ മധുരം ആസ്വദിച്ച് അത് ആനന്ദമായി മാറിയ മഹാന്മാർക്ക് ഈ മുനാജാത്തിന് ഏറ്റവും അനുയോജ്യമായത് രാത്രിയുടെ ശാന്തമായ സന്ദർഭങ്ങളാണ്. അപ്പൊ അതിനുവേണ്ടി അവർ ആഗ്രഹിച്ച് താല്പര്യപ്പെട്ട് കൊതിക്കുകയും രാത്രി കഴിയുന്നത് അവർ സങ്കടപ്പെടുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് നിസ്കരിക്കാൻ കഴിയാതെക്ക എന്ന് പറഞ്ഞാൽ ഇതിൽപ്പെട്ടൊരു മഹാനൊരിക്കൽ പറയുന്നേ, ഇത് പടച്ചോനെ നിസ്കരിക്കാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല, മരിച്ച് ഖബറിൽ പോയി കിടക്കുന്നതിലില്ല, ആകെ എനിക്ക് പേടി, എനിക്ക് അവിടെ നിസ്കരിക്കാൻ കഴിയോ എന്നുള്ളൊരു പൊലിയേടാണ്. റബ്ബേ നിന്റെ മോമിനിയങ്ങളായ അടിയാറുകൾക്ക് ആർക്കെങ്കിലും ഖബറിൽ വെച്ചിട്ട് നിസ്കരിക്കാനുള്ള അനുവാദം നീ കൊടുക്കുന്നുണ്ടെങ്കിൽ
ഈ സാധുവിനെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരണം. അപ്പൊ ഒരു ഇബാദത്ത് ചെയ്യാന്നുള്ളവർക്കല്ല, ഒരു ആനന്ദമായി മാറിയിരിക്കുന്നത്. അദ്ദേഹത്തെ മരണപ്പെട്ടതിന് ശേഷം ഖബറടക്കാൻ വേണ്ടി കൊണ്ടുപോയി മഹാന്മാർ, അവരെ പോലത്തെ മഹാന്മാർ തന്നെ ഖബറടക്കുന്നത്. ഖബറടക്കാൻ ഖബറിൽ വെച്ച് മൂടുകല്ല് വെച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ മണ്ണിടാൻ പോകുമ്പോ ഒരു കല്ല് വീണുപോയി. വെച്ച മൂടുകല്ല് ആയിക്കൂടെ നോക്കുമ്പോ മറ്റേ ആള് നീച്ച് നിൽക്കില്ല, കയറിട്ടീന്ന് പറഞ്ഞു. മൂടുകല്ല് വെച്ച് കഴിഞ്ഞിട്ടുള്ളൂ, മണ്ണിട്ടിട്ടില്ല മുകളില്. അതിന്റെ ഇടക്ക് മണ്ണിടുന്നതിന് മുമ്പ് ഒരു കല്ല് താഴെ വീണപ്പോ ഇതിൽപ്പെട്ടൊരു മഹാന് വെറുതെ നോക്കിയപ്പോ ആളെന്താണ് എഴുന്നേറ്റ് തക്ബീർ കെട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ നോക്കിയാൽ കാണൂല കേട്ടോ, അതാ പറഞ്ഞ അപ്പോഴത്തേക്ക് കാണാൻ കഴിയുള്ളൂ. മഹാനായ കരീമുല്ലാഹി മൂസ അലൈഹിസ്സലാം ഖബറിൽ വെച്ച് നിസ്കരിക്കുന്നത് കണ്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അവിടെ എന്താ തക്ലീഫിന്റെ ലോകം അല്ലല്ലോ, അത് ആനന്ദത്തിന്റെ ലോകമാണ്. അവരെ സംബന്ധിച്ച് ആ ആനന്ദത്തിന്റെ ഭാഗം എന്നുള്ളവർക്ക് സ്വർഗത്തിലുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ പലപ്പോഴും അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നത് തക്ലീഫിന്റെ അല്ല. അപ്പൊ തക്ലീഫിന്റെ ലോകം ഇവിടെ അവസാനിച്ചു, അവിടെ അനുഭവിക്കുന്ന ലോകമാണ്, നല്ലതായാലും ചീത്തയായാലും. അപ്പോ ചുരുക്കി പറഞ്ഞാൽ മരണത്തെക്കുറിച്ച് ഓർക്കുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശം, ഈ ലോകത്തിൽ നിന്ന് നാം യാത്ര പുറപ്പെട്ട് പരലോകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇവിടെ വെച്ച് ചെയ്തത് അനുഭവിക്കേണ്ട ലോകമാണ്. അപ്പൊ അവിടെ നമുക്ക് എന്തനുഭവിക്കണം, നല്ലത് വേണോ ചീത്ത വേണോ എന്ന് നാം ഇവിടെ നിന്ന് തീരുമാനിക്കുകയും അത് എന്ത് വേണമെങ്കിലും നാം ശേഖരിക്കുകയും വേണം. നല്ലത് അനുഭവിക്കണമെങ്കിൽ നാം നല്ലത് ശേഖരിക്കണം, ചീത്ത അനുഭവിച്ചാൽ മതി എങ്കിൽ ചീത്ത ശേഖരിക്കാം. അപ്പൊ നാം തീരുമാനിക്കുന്നെങ്കിൽ അതിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് എന്നുള്ള ബോധം നമ്മളിൽ ഉണ്ടായിരിക്കുക. പിന്നെ ചെറുത് വലുത് വ്യത്യാസമില്ലാതെ പ്രായപൂർത്തിയെത്തിയ അന്നു മുതൽ ബുദ്ധി നിലനിന്നുകൊണ്ട് മരിക്കുന്നത് വരെയുള്ള സമയത്ത് ചെയ്തതും പറഞ്ഞതും മനസ്സുകൊണ്ട് വിശ്വസിച്ചതുമായ സകലമാന കാര്യങ്ങളെ സംബന്ധിച്ചും വ്യക്തമായും വിശദമായും പരിശോധിക്കപ്പെടുകയും ചോദ്യം ചെയ്യപ്പെടുകയും കൃത്യമായി ഉത്തരം നൽകുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിധി തീരുമാനം നടത്തി മുന്നോട്ടു പോകാൻ അനുവദിക്കാതെ നാം അതിനുത്തരം നൽകുകയോ അതല്ലെങ്കിൽ അല്ലാഹുവിന്റെ കഠോരമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരികയോ ചെയ്യും എന്നുള്ള ബോധം നമ്മളിലുണ്ടായിരിക്കുക. ഇതാണ് വിഷയത്തിന്റെ പ്രാധാന്യം. വളരെ പ്രധാനപ്പെട്ടതാണ്. യഥാർത്ഥത്തിൽ പരലോകത്ത് അനുഭവിക്കാനുള്ളതാണെങ്കിലും ഈ ലോക ജീവിതം സുരക്ഷിതമാക്കാനും അപകടരഹിതമാക്കാനും സന്തോഷപ്രദമാക്കാനും ഒക്കെ ഈ ഒരു ചിന്തയാണ് സഹായിക്കുന്നത്. മനുഷ്യനെ അക്രമിയാക്കുന്നതും തോന്നിവാസിയാക്കുന്നതും ഒക്കെ യഥാർത്ഥത്തിൽ ഈ ഒരു ചിന്ത ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ ലോകത്തിന്റെ ജീവിതം തന്നെ നിലാമാകുന്നത് പരലോക വിശ്വാസവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ കുറെ ചുറ്റുപാടുകളുണ്ട്. ഇപ്പൊ വിഷയമല്ല പറഞ്ഞ്, വിഷയത്തിന്റെ പ്രാധാന്യം പറഞ്ഞ് ഇതിന്റെ ചുരുക്കം. അല്ലാഹു സുബ്ഹാനഹു വ തആല പടപ്പുകളെ സൃഷ്ടിച്ചപ്പോൾ തന്നെ അതിന് ഒരു മരണം എന്ന ഒരു വിധിയും, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, എന്നിട്ട് അല്ലാഹു തആല എന്ന് പറയുന്നത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. മരണത്തെ സൃഷ്ടിച്ചവനും ജീവിതത്തെ സൃഷ്ടിച്ചവനുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. എല്ലാത്തിനും കഴിവുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തെയും ജീവിതത്തെയും പടച്ചെന്നത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, ഏറ്റവും നല്ല പ്രവൃത്തി ചെയ്യുന്നവൻ ആർ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ മരണവും ജീവിതവും സൃഷ്ടിച്ചു തന്നത്. അതിന് ബാക്കിയുള്ളവർക്കൊന്നും പ്രശ്നമില്ല. മനുഷ്യനും ജിന്നുമല്ലാത്ത ബാക്കിയുള്ളവർക്കൊന്നും പ്രശ്നമില്ല. അവർക്കുണ്ട് ജനനവും മരണവും. പക്ഷേ അവർക്ക് മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ച് വേജാറാവേണ്ട പ്രശ്നമില്ല. അവർക്ക് അങ്ങനെ ഒരു ജീവിതം ഇല്ല. ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്നത് സത്യമാണ്. മരണാനന്തരം പുനർജീവിപ്പിക്കപ്പെടും. പക്ഷേ അവർക്ക് നരകവും സ്വർഗവുമില്ല, കൂലിയും കുറ്റവുമില്ല. മറിച്ച് പരസ്പരം വല്ലതും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് തമ്മിൽ അള്ളാഹുവിന്റെ നീതി നടപ്പിക്കുക എന്ന നിലക്ക് ആ നീതി ചെയ്തവർക്ക് വേണ്ടിയിട്ട്
ചെയ്യപ്പെട്ടവന് വേണ്ടി അനീതി ചെയ്തവനോട് പ്രതികാരം ചെയ്യുക എന്ന് പറയുന്നത് അത് അള്ളാഹുവിന്റെ നീതി നടത്തുക ആൾക്ക്. അത് കഴിഞ്ഞു. പിന്നെ ഈ മനുഷ്യരും ജിന്നും മാത്രമാണ് വിശേഷ ബുദ്ധിയുള്ളവർ. അവരെ സംബന്ധിച്ചാണ് വിഷയങ്ങളൊക്കെ ബാധിക്കുന്നത്. അപ്പോ ഈ മനുഷ്യനെ സൃഷ്ടിച്ച അന്ന് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ മരണത്തെയും സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പൊ അതെന്തോ ഒരു കാണാത്ത വസ്തു ആണെങ്കിൽ പോലും അതങ്ങനെ ഒരു സൃഷ്ടി തന്നെയാണ്. അതിന് പ്രത്യേക രൂപമുള്ള പ്രത്യേക അവസ്ഥയുള്ള ഒരു വസ്തു തന്നെയാണ്. നാളെ പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന കാണാം, ഇമാം ബുഖാരി ഒക്കെ റിവായത്ത് ചെയ്ത പ്രസിദ്ധമായ ഹദീസിൽ, സ്വർഗാവകാശികളൊക്കെ സ്വർഗത്തിലും നരകാവകാശികൾക്ക് നരകത്തിലും എത്തിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പന പ്രകാരം മലായിക്കത്ത് സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടക്ക് മരണത്തെ കൊണ്ടുവരും. നഖറന അല്ല കൊമ്പൊക്കെ ഉള്ള ഒരു കൂറ്റനാടന്റെ കോലത്തിൽ മരണത്തെ ഇപ്പൊ നമുക്ക് മനസ്സിലാണില്ല. കൊണ്ടുവന്നിട്ട് വിളിച്ചു ചോദിക്കുക, യാ അഹ്ലൽ ജന്നൽ താരിഫൂന ഹാദി, ഇതെന്താണെന്നറിയോ? സ്വർഗ്ഗക്കാരെ വിളിച്ചിട്ട് ഖാലു നഅരിഫു അൽ മൗത്ത്, അതിന് നമുക്കറിയാം മരണാണത്. കാരണം എന്താ? എന്നിട്ട് അവിടെ തന്നെ അതീത് തന്നെ പറഞ്ഞു, കാരണം എല്ലാവരും അനുഭവിച്ചിട്ടുണ്ടാവുകൊണ്ട് ആർക്കും പരിചയക്കേടുണ്ടാവില്ല, എല്ലാവർക്കും പരിചയമുള്ള. പിന്നെ നരകക്കാരെ വിളിച്ചിട്ട് ചോദിക്കും, യാ അഹ്ലൻ നാർ താരിഫൂന ഹാദി, ഇതെന്താണെന്നറിയോ? നരകക്കാർക്കും അറിയാം, ഒരു മരിച്ചവരാണല്ലോ. രണ്ടു കൂട്ടരും നോക്കി നിൽക്കെ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും മധ്യേ വെച്ച് ഈ ആട് പോലെയുള്ള ഈ മരണത്തെ അറുക്കപ്പെടും. അറുത്ത് അത് ജീവൻ പോയി. എന്നിട്ട് പറയാം, യാ അഹ്ലൽ ജന്ന ഖുലൂദുൻ വലാ മൗത്ത് വയാ അഹ്ലൻ നാർ ഖുലൂദുൻ വലാ മൗത്ത്. ഈ സ്വർഗക്കാരെ കണ്ടല്ലോ, മരണത്തെ അറുത്ത് ഇനി മരണമില്ല, ഇനി ശാശ്വതമായി നിങ്ങൾ സ്വർഗത്തിൽ ജീവിക്കുന്നവരാണ്. നരകക്കാരെ നിങ്ങൾ കണ്ടില്ലേ, ഇത് മരണമാണ്, മരണത്തെ അറുത്തു ഇനി മരണമില്ല, ഇനി ശാശ്വതമായി നിങ്ങൾ മരണത്തിൽ ഈ നരകത്തിൽ ജീവിച്ചു കൊള്ളണം. ഇതോടുകൂടി സ്വർഗക്കാരുടെ സന്തോഷം അറ്റമില്ലാതെ വർദ്ധിക്കുന്നു. കാരണം സുഖങ്ങളൊക്കെ ഉണ്ടാവുക കഴിഞ്ഞു പോകുമല്ലോ എന്നുള്ളൊരു ദുഃഖം ഉണ്ടാവുമല്ലോ. നല്ല സുഖത്തിൽ നിൽക്കുമ്പോ ഒരു ദുഃഖം ഉണ്ടാവും, പോയി പോവുമല്ലോ എന്നുള്ളത്. അതേ സമയത്ത് ദുഃഖത്തിൽ നിൽക്കുന്നവന് ഒരു സന്തോഷമാണിത്, ഇതൊക്കെ കുറച്ചു ദിവസം ഉള്ളൂ, കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ തോന്നിയ ഒരു സന്തോഷമാണല്ലോ. ഒരിക്കലും എനിക്കിത് ഇന്ന് രക്ഷയില്ല എന്ന് കാണുമ്പോൾ ദുഃഖത്തിന്റെ മുകളിൽ ദുഃഖമാണ് വരിക. ഇതന്നെ എന്റെ ഉദ്ദേശം. സ്വർഗക്കാരുടെ സന്തോഷം വർദ്ധിക്കാനും അറ്റമില്ലാതെ ഈ സുഖം എന്നും നമുക്കുണ്ടാവും എന്നുള്ള സന്തോഷം കിട്ടാനും വേണ്ടിയിട്ടാണ് അവരെ മുന്നിൽ മരണത്തെ മരിപ്പിച്ച് കാണിച്ചു കൊടുത്തത്. നരകക്കാർക്ക് ഈ ദുഃഖം ഒരിക്കലും നശിക്കാൻ പോകുന്നില്ല, ശാശ്വതമായി നിലനിൽക്കും. അങ്ങനെ ദുഃഖത്തിന്റെ മേൽ ദുഃഖം വർദ്ധിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനൊരു മരണത്തെ അല്ലാഹു തആല പടച്ചിട്ടുണ്ട്. അതിന്റെ രൂപം എങ്ങനെയെന്നൊന്നും നമുക്കറിയില്ല. പരലോകത്ത് ഇങ്ങനെ കൊണ്ടുവരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ മരണത്തെ അതിന്റെ തുടക്കത്തിൽ പലതും പറയുന്നത് എത്രത്തോളം ഹദീസ് സഹിയാണോ അതല്ല ഇസ്രായേലിയാണോ എന്നൊന്നും പറയാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി തന്റെ തദ്കിറയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളും ഒക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. മനുഷ്യനെ പടക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചപ്പോ ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഭൂമിയിൽ നിന്നിട്ട് മണ്ണെടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചു എന്നും, മണ്ണെടുക്കാൻ വന്ന് ജിബ്രീൽ അലൈഹിസ്സലാം മണ്ണെടുക്കാൻ വന്നപ്പം അള്ളാഹുവിനെ ഇടയാക്കി കാവല് തേടി. അള്ളാഹുവിനെ വിചാരിച്ച് എന്നിൽ നിന്നിട്ട് മണ്ണെടുക്കരുത്, അള്ളാഹുവിനെ നിന്നോട് ഞാൻ കാവല് തേടുന്നു എന്ന് പറഞ്ഞപ്പം അള്ളാഹുവിനെ മുൻനിർത്തി കാവല് തേടുമ്പം കാവലാക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ജിബ്രീൽ അലൈഹിസ്സലാം തിരിച്ചുപോയിരുന്നു. പിന്നെ മീകായിൽ അലൈഹിസ്സലാം വന്നപ്പോഴും ഇതേ ആവർത്തിച്ചു എന്നും, അവസാനം അസ്രായിൽ അലൈഹിസ്സലാം വന്നപ്പോ അപ്പോഴും എന്തു ചെയ്തു, ഇതേ കാവൽ ചോദിച്ചവൻ പറഞ്ഞു, ഇസ്രായേൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇത്രേ നീ പറഞ്ഞത് കേട്ടിട്ട് മണ്ണെടുക്കാതെ പോകുന്നതിന് അള്ളാഹുവിൽ ഞാൻ കാവൽ ചോദിക്കുന്നു, ഞാൻ എന്നല്ല ഭയപ്പെടുന്നത്, ഞാൻ അള്ളാഹ്ക്കാണ് എന്ന് പറഞ്ഞ് മണ്ണെടുത്തു പോയി എന്ന്. അത് എത്രത്തോളം ശരിയാണെന്നൊന്നും എനിക്കറിയില്ല, നിങ്ങൾ എന്നോട് ചോദ്യം ചെയ്യും വേണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതല്ല. മനസ്സിലായല്ലോ? അങ്ങനെ ഉണ്ട്, കിതാബുകളിലൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് എത്രത്തോളം ശരിയാണെന്നുള്ളത് അല്ലാഹു റസൂൽ റുവിയ എന്ന് പറഞ്ഞിട്ടാണ് ഇമാം ഖുർത്തുബി പറഞ്ഞു തന്നെ. അങ്ങനെ റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതന്നെ ഊക്ക് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ റുവിയാന്ന് ചില റിവായത്ത് ചെയ്ത് പെട്ടതും ആവാം. ആ റിവായത്ത് ചെയ്യപ്പെടുക എന്ന് പറയുമ്പം അങ്ങനെയുണ്ടാവുമല്ലോ. ഇസ്രായേലി ചരിത്രങ്ങൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യും. അത് റസൂലുള്ളാഹി പറയാതെ ചിലപ്പം റുവിയ എന്ന് പറഞ്ഞിട്ട് പണ്ഡിതന്മാർ അതിൽപ്പെട്ടതാകാനേ സാധ്യതയുള്ളൂ. അല്ലാതെ നമുക്കിപ്പോ ഊഹിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്.